ഒന്ന്, ഞാൻ ആരാണെന്ന് പറഞ്ഞോണ്ട് വരും, അല്ലെങ്കിൽ തെളിയിച്ചുകൊണ്ട് വരും. മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള അപ്പിയറൻസിൽ വന്നിട്ട് പതുക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. ലവ് ട്രാപ്പ് ജിഹാദ് ഒന്നും ഇപ്പൊ അത്ര വ്യാപകമായിട്ട് നടക്കുന്നില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതിൽ ഒരു തിരുത്തല്. അതിപ്പോഴും നിർബാധമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഖുറാനിൽ വായിക്കുമ്പോൾ വിശ്വാസികളല്ലാത്ത എന്നാണ്. സത്യം എന്നത് അവരുദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന സമാധാനം ഒട്ടും തീണ്ടിട്ടില്ലാത്ത മതമാണ്. അപ്പോൾ ആ മതത്തിൽ വിശ്വസിക്കാത്ത രക്ഷിതാക്കളെ അവര് രക്ഷകർത്താക്കളായിട്ട് കാണേണ്ട കാര്യമില്ല എന്നാണ് ഖുറാനിൽ പറയുന്നത്. ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ശ്രുതിജി ഇവിടെ ഉണ്ട്. ഞാനത് ഓഡിയൻസിൽ നിന്ന് 1-2 പേര് എടുക്കാം. എനിക്കറിയാം ഇവിടെ സമയം ഈ പറഞ്ഞ ഏതാണ്ട് 15 മിനിറ്റ് ബാക്കിയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് 1-2 ഓഡിയൻസ് ക്വസ്റ്റ്യൻ കൂടി എടുക്കാം. പക്ഷെ അത് ചോദ്യം വിദ്യ ചേച്ചി ചോദിച്ചോളൂ. ഓക്കെ, ശ്രുതിജിയോടാണ് ആദ്യത്തെ ചോദ്യം. ശ്രുതിജി മറ്റേ പ്രചാരകയായ ശേഷം ആദ്യത്തെ റെസ്ക്യൂ മിഷൻ അതെങ്ങനെയായിരുന്നു? ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? സോറി. വളരെ ആദ്യത്തെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് വലിയ ഒരു എന്താ പറയാ, എങ്ങനെയാ ഉദ്ദേശിച്ചത്? കൗൺസിലിംഗ് അതാണോ ഉദ്ദേശിച്ചേ? കൗൺസിലിംഗ് അതിന്റെ ഭാഗമായിട്ട് വരും. അതല്ലാണ്ട് പറഞ്ഞ ആദ്യമായിട്ട് യു ആർ അങ്ങനത്തെ ഒരു വിക്ടത്തിന് ആദ്യമായിട്ട് മീറ്റ് ചെയ്തിട്ട് യു ആർ ബ്രിങ്ങിങ് ഇൻ ദാറ്റ് സെൻസ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ എറണാകുളത്തായിരുന്നല്ലോ ആദ്യം ഞാൻ വന്ന സമയത്ത്. ആർഷവിദ്യാസമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എറണാകുളത്തായിരുന്നു. അപ്പം ആദ്യഘട്ടത്തില് ഇവിടെ ആർഷവിദ്യാസമാജത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ റെസിഡൻഷ്യൽ ആയിട്ടാണ് നമ്മൾ ഗൈഡൻസ് കൊടുക്കുക. എന്ന് വെച്ചാൽ സ്പിരിച്വൽ, ഇന്റലക്ച്വൽ, അതേസമയം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്തുകൊണ്ട് നേർമാർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊസീജിയറാണ് ആർഷവിദ്യാസമാജം ഇവിടെ നടത്തുന്നുള്ളത്. അപ്പം അതിന്റെ ഒരു ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആയിട്ടാണ്. ഒരിക്കലും ഒരു ഹാഫ് ആൻ അവർ സെഷൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയുക, അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ഇവിടെ റെസിഡൻഷ്യൽ ആയിട്ട് കുറച്ച് കാലം ഇവിടെ താമസിച്ച് ഇവിടുത്തെ കോഴ്സുകൾ പഠിക്കാം, ഇവിടെ പേഴ്സണൽ ഇന്ററാക്ഷൻസ് ഉണ്ടാകും. ആ ഒരു പ്രോസസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ഘട്ടങ്ങൾ, അതായത് സ്പിരിച്വൽ പ്രാക്ടീസസ് ഉണ്ടാകും, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ സെഷൻസ് ഉണ്ടാകും, സൈക്കോളജിക്കലായിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പ്രശ്ന കാരണം എവിടെയാണെന്ന് മനസ്സിലാക്കി. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ് വി ഹാവ് ടു നോട്ട്. പ്രശ്ന കാരണം എവിടെയാണോ അവിടെ നിന്ന് തന്നെ വേരോടെ പിഴുതെറിയുന്ന ഒരു പ്രോസസ്സ്. അപ്പം ഇവിടെ അങ്ങനെ ഞാൻ ഇവിടെ താമസിച്ച് പഠിക്കുന്ന ആദ്യ ആ കാലഘട്ടത്തിൽ എന്റെ കൺമുമ്പിൽ തന്നെ ഞാൻ മതപഠനം എന്റെ ജീവിതത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴൊക്കെയോ കേട്ടിരുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ആർഷവിദ്യാസമാജം അതിനെ ലവ് ട്രാപ്പ് ജിഹാദ് എന്ന് വിളിക്കാൻ ആണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ വെറും കെട്ടുകഥകളാണ്, ഇല്ലെങ്കിൽ അതൊരു സംഘപരിവാറുകാരുടെ കഥകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഥകളാണെന്നൊക്കെ കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ലൈവായിട്ട് നടക്കുന്നുണ്ട്, ഇന്നും ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതൊക്കെ കൺമുമ്പിൽ ഇങ്ങനെ കാണുകയാണ്. എന്നെ പോലെ തന്നെ ആശയപരമായിട്ട് വ്യതിചലനം സംഭവിച്ച ആൾക്കാർ, അതുപോലെ തന്നെ പ്രേമത്തിന്റെ പേരിലും ജോലിയുടെ പേരിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളുടെ പേരിലൊക്കെ ഇസ്ലാം മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഡൈവേർഷൻ സംഭവിച്ചവരൊക്കെ എന്റെ കൺമുമ്പിൽ കാണുകയാണ്. അവരുടെ ബിഹേവിയേഴ്സ്, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ ആ ഒരു ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായ സമയം, അതിനുശേഷം അവരെങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അതിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നുള്ളതൊക്കെ കൺമുമ്പിൽ കാണുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അത്. അപ്പൊ അങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പൊ എന്റെ മുമ്പിൽ അന്നൊരു ഒരു ജസ്റ്റ് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ലവ് ട്രാപ്പ് ജിഹാദിലിരയായി, സോറി ടു സേ, അവിടെ ആ സാഹചര്യത്തിൽ അവിടെ ഗൈഡൻസിനായിട്ട് വരുന്ന സമയത്ത് എന്താ പറയാ, ഒരു അബോർഷനൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് പീരീഡ് കഴിഞ്ഞ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
ആ സമയത്താണ് അവിടെ അഡ്മിഷനായിട്ട് വരുന്നത്. വളരെ പത്തറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ കുട്ടിയുടെ. ഓരോ നിമിഷവും ആ കുട്ടിക്ക് ഓരോരുത്തരായിട്ട് മാറി മാറി ഇന്ററാക്ഷൻസ് ചെയ്ത് ആ കുട്ടിക്ക് ധൈര്യം കൊടുത്ത് അവളെ പതുക്കെ പതുക്കെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം കൺമുമ്പിൽ കാണുകയായിരുന്നു. എന്നുവെച്ചാൽ ആ പയ്യനെ മറക്കാൻ പറ്റുന്നില്ല. ആ പയ്യൻ കാരണം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ മെന്റൽ ഫിസിക്കൽ ട്രോമാസ് എല്ലാം കൂടെ ആ കുട്ടി അനുഭവിക്കുന്ന സ്ട്രഗിൾ എല്ലാം തന്നെ. അപ്പൊ ഈ പ്രേമിച്ച് മതം കുത്തിവെച്ച് ജീവിതം നശിപ്പിച്ച് ഇവന്മാർക്ക് പോയാ മതി. പക്ഷേ അവിടെ കിടന്ന് നരയിക്കുന്ന ഈ പെൺകുട്ടികൾ, എത്ര പറഞ്ഞാലും ഇതുപോലുള്ള എത്ര ഉദാഹരണങ്ങൾ കാണിച്ചാലും കണ്ണു തുറക്കാത്ത പെൺകുട്ടികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് പറയുമ്പോൾ പെൺകുട്ടികളെയോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇവരെ ട്രാപ്പിലാക്കാൻ നോക്കുന്നവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ അവർക്ക് എന്ത് സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുത്തു ഇതുപോലുള്ള ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടാകണം എന്നുള്ളത് കൂടെ ഉണ്ടല്ലോ. അപ്പോ അങ്ങനെയുള്ള പല എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ചെയ്തു തുടങ്ങിയത്, അതൊരു കൗൺസിലിംഗ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആൾക്ക് ആ ഒരു കുട്ടിക്ക് എന്താ പറയാ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ആർഷവിദ്യാ സമാജം പറയുന്ന ഒരു 3 കണ്ടീഷൻ ഉള്ളവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് നമ്മുടെ ഒരു എന്താ പറയാ, അതായത് ഒന്ന് സാമാന്യ ബുദ്ധി ഉണ്ടാവുക, രണ്ടാമത് സംസാരിക്കാനുള്ള അതുപോലെ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ കാണിക്കുക, മൂന്നാമതായിട്ടെന്ന് പറയുന്നത് ശരി തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കുക. പലപ്പോഴും ഇവിടെ വരുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിലും അവർക്ക് സംസാരിക്കാനോ നമ്മൾ പറയുന്നത് കേൾക്കാനോ ഉള്ള മാനസികാവസ്ഥ അവർ കാണിക്കില്ല. ഒരുപക്ഷെ ഭയമാകാം, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മാഞ്ഞു പോകും എന്നുള്ളൊക്കെയുള്ള ഒരു മാനസികമായിട്ടുള്ള ഭയത്തിന്റെ പേരിലാകാം. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോകുന്നവരുണ്ടായിരുന്നു. അപ്പൊ ആ ഘട്ടത്തിൽ കോഴിക്കോട് നിന്നുണ്ടായിരുന്ന ഒരു MBBS പഠിക്കുന്നുണ്ടായിരുന്ന ഒരു കുട്ടി ഇതുപോലെ ഒരു ട്രാപ്പിൽ പെട്ടിട്ട് വരികയുണ്ടായിരുന്നു. അപ്പോ കോമൺ സെൻസ് ഇല്ലാത്ത കുട്ടിയല്ല, MBBS സ്റ്റുഡന്റ് ആണെന്നുള്ളത് കൂടെ ഒന്ന് ഓർക്കണം. പക്ഷെ സംസാരിക്കാൻ ഒട്ടും വില്ലിങ് അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഗുരുനാഥൻ സ്ഥലത്തില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോ ആ സമയത്ത് മറ്റ് അധ്യാപകന്മാരോടൊപ്പം ഇതുപോലൊരു എന്താ പറയാ മറ്റൊരു തരത്തിൽ വേദന അനുഭവിച്ച ഒരാള് ജീവിതത്തിൽ എന്നുള്ള ഒരു രീതിയിൽ ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുകയും ആ കുട്ടിക്ക് ഇവിടുത്തെ ആർഷവിദ്യാ സമാജത്തിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ, പ്രധാനമായിട്ടും ഗുരുനാഥൻ തന്നെ നയിക്കുന്ന ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും ഒക്കെയുള്ളൊരു ആ മാനസികാവസ്ഥയിലേക്ക് കുറച്ചൊക്കെ സംസാരിച്ചെത്തിക്കാൻ അന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഘട്ടത്തിലൊക്കെ നന്ദിപൂർവ്വം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഈശ്വരന്റെ കടന്നുവരവിനെ, അതായത് ഞങ്ങളുടെ ഗുരുനാഥന്റെ രൂപത്തിൽ, ഗുരുനാഥനിൽ നിന്ന് ലഭിച്ച അറിവുകളുടെ രൂപത്തിൽ ഈശ്വരൻ അതുപോലെ മഹാഗുരുക്കന്മാര് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതിന്റെ ആ ഒരു നിമിഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയോടുകൂടി ഓർക്കുകയായിരുന്നു. ആർഷവിദ്യാ സമാജത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ, ഗുരുനാഥനരികിൽ എത്തിയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു മാർഗനിർദ്ദേശം ലഭിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ ആ കുട്ടി പിന്നീട് ജീവിതത്തിൽ രക്ഷപ്പെട്ടു വരികയും വിദ്യാഭ്യാസം പൂർണ്ണമാക്കുകയും ഇന്ന് നല്ലൊരു നിലയിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിട്ട് വിദേശത്ത് ആണ് ഇപ്പോൾ ആളുള്ളത്. അപ്പോ ആ കുട്ടിയുടെ ആ സക്സസ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എവിടെയോ ഒരു ചെറിയൊരു നിമിത്തമാകാൻ സാധിച്ചതിൽ സന്തോഷം. അങ്ങനെ നിരവധി കുട്ടികളുടെ ജീവിതത്തിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു റോൾ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഗുരുനാഥന്റെയും അതുപോലെ തന്നെ ആർഷവിദ്യാ സമാജത്തിന്റെയും അനുഗ്രഹമാണ്, ഈശ്വരാനുഗ്രഹമാണെന്ന് തന്നെ നന്ദിയോടുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ബ്യൂട്ടിഫുൾ. തീർച്ചയായിട്ടും നിരവധി ഉണ്ട് കേട്ടോ. ഒരു ഉദാഹരണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, സമയത്തിന്റെ പരിമിതി പറയുകയാണെങ്കിൽ നിരവധി അനവധി കേസുകളാണ്. ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു പറയാൻ പറ്റാത്ത രീതിയിൽ പല തരത്തിലും ട്രാപ്പിൽ പെട്ടു പോകുന്നവർ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ആർഷവിദ്യാ സമാജത്തിൽ അതുപോലുള്ള വിഷമങ്ങൾ അനുഭവിച്ച് പല കുട്ടികളും ഇവിടെ വന്നു ചേർന്നവരുണ്ട്. അവരെ ജീവിതത്തിൽ ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള രാവും പകലും എന്നില്ലാത്തൊരു കഷ്ടപ്പാട് നമ്മൾ എന്താ പറയാ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും എന്താ പറയാ ഒരുപാടുണ്ട് പറയാനായിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശുഭചേച്ചി ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ചോദിച്ചോളൂ. നമസ്കാരം. നന്നായി, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു ശുഭാജി. എനിക്കുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ ഒരു ഇതൊന്ന് തിരിച്ചു വന്നു.
പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല തരത്തിലുള്ള ഭീഷണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഇതിനുള്ള സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ലതും ഉണ്ടായി? അങ്ങനത്തെ ഒരു കാര്യം അറിയാം. ഇതിനകത്ത് ത്രെട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതായത് ആ മതം വിട്ടു പോകുന്ന ആൾക്കാരെ, ഇസ്ലാം മതം വിടുന്നവരെ മുർത്തതെന്നും ആ മതം വിട്ടുപോയി കഴിഞ്ഞാൽ അവരെ വെട്ടിക്കൊല്ലണം, കണ്ടം തുണ്ടം ആക്കണം എന്നൊക്കെയാണ് അവരുടെ മതം പഠിപ്പിക്കുന്ന സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി സമാധാനം നഷ്ടപ്പെട്ടിട്ട് എല്ലാവരുടെയും സമാധാനം കെടുത്താനായിട്ട് ഉറപ്പായിട്ടും അവര് കച്ചകെട്ടി ഇറങ്ങും. അതിൽ യാതൊരു സംശയവുമില്ല. ഗുരുനാഥൻ മുതൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകരുടെയും എന്താ പറയാ പേര് വിവരങ്ങളും അവരുടെ എപ്പോ വേണമെങ്കിലും വെട്ടിക്കേറി തുണ്ടെന്നുണ്ടാക്കാനുള്ള ലക്ഷ്യത്തില് ആൾക്കാരാണ്, അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോ അല്ലാതെ അതിന് ഗവൺമെന്റിന്റെ നമ്മുടെ കേരള ഞാൻ പറയണ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വല്ല സപ്പോർട്ടും അതിങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ള ത്രെറ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? അതോ നമ്മൾ തന്നെ അത് നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും? ചോദ്യം കേട്ടു. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കുന്നുണ്ടോന്ന് അല്ലെ? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹായം നമുക്ക് ലഭിക്കുന്നില്ല. ലഭിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ നിർബാധ മതപരിവർത്തനങ്ങളൊക്കെ നടക്കുന്നുള്ളതും അതിന് കുടപിടിക്കുന്ന സാഹചര്യം ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അതിൽ കൂടുതൽ ഇനിയിപ്പോ പറഞ്ഞ് രാഷ്ട്രീയം നമുക്ക് ഒഴിവാക്കാന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഒരു ചോദ്യം കൂടി എടുത്തിട്ട് ഞാൻ ഈ ഓഡിയൻസിൽ നിന്നുള്ള 3 പേര് ചോദ്യം ചോദിക്കാനുണ്ട്, ഞാൻ അവരിലേക്ക് പോകാം. ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട്, ഒരു കോമൺ ഫാക്ടർ നിങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ മതപരിവർത്തനം അല്ലെങ്കിൽ ആ ഒരു മതത്തിലേക്ക് ചേക്കേറുന്ന സമയത്ത് ഈ മനുഷ്യത്വം, ദയ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് താഴത്തേക്ക് പോവുകയാണ്. അതായത് സ്വന്തം അച്ഛനും അമ്മയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ വികാരങ്ങൾക്കോ അല്ലെങ്കിൽ അവർ ഇത്രയും നാൾ കാണിച്ച സ്നേഹത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഇവരൊന്നും നമ്മുടെ ആരുമല്ല എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഇപ്പൊ നമ്മളിപ്പോ 6 പേര് സംസാരിക്കുന്നത് കേട്ടു. ഈ 6 പേരിലും ആ ഒരു കോമൺ ഫാക്ടർ ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ആന്റി നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി ഈ മതം മാറുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ശ്രുതിജിയുടെ അഭിപ്രായത്തിൽ എന്താണ് അതിന്റെ ഒരു ക്യാരക്ടർ ചേഞ്ചിനുള്ള ഒരു കാരണം? ഇപ്പൊ ക്യാരക്ടർ ചേഞ്ചിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഐഡിയോളജി തന്നെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഒരു ഉദാഹരണം എടുത്തു പറയുകയാണെങ്കിൽ, മാതാപിതാക്കളെ കാഫിറുകളായിട്ട് കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർ തരുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക, അവരിൽ നിന്ന് അകന്നു പോവാൻ നോക്കുക, കുടുംബം വിട്ട് നാട് വിട്ട് ആ മതത്തിന് വേണ്ടി എവിടെയും പോകാൻ തയ്യാറാകുക എന്നുള്ള സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. അതിന് വഴിവെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ, അതുപോലെ ഖുറാനും ഹദീസും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മുഹമ്മദ് എന്ന് പറയുന്ന ദൈവദൂതൻ എന്നും പ്രവാചകൻ എന്നും ഇവർ പറയുന്ന മുഹമ്മദ്, നമുക്കൊരിക്കലും അങ്ങനെ ദൈവദൂതൻ എന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് മുഹമ്മദ് എന്ന് തന്നെ പറയാം. മുഹമ്മദ് ഒരിക്കലും തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം അവർ ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്നവർ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു പ്രവാചകനായും ദൈവദൂതനായും അള്ളാഹുവിന്റെ വളരെ അടുത്ത ആളായിട്ടുള്ള മുഹമ്മദ് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ആ മുഹമ്മദിനെ മാതൃകയാക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള്, അത് പുതുതായിട്ട് വരുന്ന ഒരാളോ ഇല്ലെങ്കിൽ മുമ്പുള്ള ആളോ ആയിക്കോട്ടെ, ഇവര് പറയും മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നൊക്കെ പറയും ഇവര്. അതൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗം മാത്രമാണ്. ഇവരുടെ ഓരോ ഘട്ടത്തിലുള്ള വചനങ്ങളൊക്കെ മുഹമ്മദ് തനിക്ക് തോന്നിയ സമയത്ത് തോന്നിയത് പറഞ്ഞു എന്നുള്ളതിനപ്പുറമല്ലാതെ അതിനൊന്നും നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. ശരിക്കും യുക്തിസഹമായി ബുദ്ധിപൂർവം ഇതിനെ ശരിക്കും ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഈ ആശയത്തിന്റെ അപകടം ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഖുറാനിൽ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തവരായിട്ടുള്ള, ഈ ഖുറാനിൽ വായിക്കുമ്പോൾ വിശ്വാസികളല്ലാത്ത എന്നാണ്. സത്യം എന്നത് അവരുദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന സമാധാനം ഒട്ടും തീണ്ടിട്ടില്ലാത്ത മതമാണ്. അപ്പോൾ ആ മതത്തിൽ വിശ്വസിക്കാത്ത രക്ഷിതാക്കളെ
അവര് രക്ഷകർത്താക്കളായിട്ട് കാണേണ്ട കാര്യമില്ല എന്നാണ് ഖുറാനിൽ പറയുന്നത്. ഈ ഖുറാൻ എന്ന് പറയുന്നത് എന്താ? ഖുർആൻ എന്ന് പറയുന്നത് ദൈവവചനമാണെന്നാണ് ഇവരുടെ അവകാശവാദം. ഒരു ദൈവം പറയുകയോ ഒരു ദൈവം തന്റെ ദൂതനിലൂടെ ഇതാണോ ലോക നന്മയ്ക്ക് ലോകത്തിലുള്ള എല്ലാ മാനവർക്കും ആയിട്ട് നൽകുന്നത്? അവര് അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, അതുപോലെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അവരെ ബഹുമാനിക്കേണ്ടതില്ല, അവരെ ചേർത്ത് പിടിക്കേണ്ടതില്ല എന്ന് ദൈവം പറയുക. പിന്നെ വേറൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്, എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ അള്ളാഹു ആണ് താനും. അപ്പൊ ഇവർ അള്ളാഹുവിൽ വിശ്വസിക്കാതെയും ഇസ്ലാമിൽ വിശ്വസിക്കാതെയും ഇരിക്കാനുള്ള കാരണഭൂതൻ എന്ന് പറയുന്നത്, കാരണഭൂതൻ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ സർക്കംസ്റ്റാൻസിലാണ്. കാരണഭൂതൻ എന്ന് പറയുന്നത് അള്ളാഹു തന്നെയാണ്. എന്നിട്ട് അങ്ങേര് തന്നെ പറയുന്നു അവരെ വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. അപ്പൊ എത്ര നീചമാണെന്ന് നോക്കൂ. ഈ ആശയമാണ് ഈ പുതുതായിട്ട് മതം പഠിച്ചു വരുന്നവരുടെ തലയ്ക്കകത്തേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും കാഫിറുകളാണ്, ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരാണ് എന്നതുകൊണ്ട് ഉറപ്പായിട്ടും മാതാപിതാക്കളോട് ശത്രുത വരുന്നത് അവിടെയാണ്. ഇനി ഖുറാനിൽ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്, ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടിയിട്ട്, ഈ ദീൻ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് നാടും വീടും വിട്ട് പോകണം എന്നുള്ളതിന് പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട്, വചനങ്ങളിലൂടെ ഇറക്കിയിട്ടുണ്ട്. ഇത് വായിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ആ മതത്തിന് വേണ്ടിയിട്ട് പോകാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും, നാട് വിട്ടു പോകാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും. അതുപോലെയുള്ള പഠിപ്പിക്കലുകളും ഉണ്ടാകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അത് ഞാനൊരു ഇതോട് ചേർത്ത് ആന്റി നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടി പറഞ്ഞിരുന്നു. അതെ, കൂടി ഒന്ന് ടച്ച് ചെയ്താൽ നന്നായിരുന്നു. ആന്റി നാഷണലിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരിക്കലും ഇസ്ലാം വിശ്വസിക്കാത്ത നാടാണ്. ഇസ്ലാമിനെ വിശ്വസിക്കാത്ത, ഇല്ലെങ്കിൽ ഇസ്ലാം ആശയത്തെ വിശ്വസിക്കാത്ത ഒരു നാടായതുകൊണ്ട് തന്നെ ഇതിനെ പരമാവധി ഇസ്ലാമീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കി കാണേണ്ടത്. ഇതിനെ ദാറുൽ ഹർബായിരിക്കുന്നതിനെ ദാറുൽ ഇസ്ലാം ആക്കി മാറ്റുക, ഗ്ലോബൽ ഇസ്ലാമൈസേഷനാക്കി മാറ്റുക, ഇസ്ലാം എന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ആന്റി നാഷണലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അതിനു വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്, ദാറുൽ ഹർബിനെ ദാറുൽ ഇസ്ലാം ആക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട്. തീർച്ചയായിട്ടും. എനിക്കിവിടെ 3 പേരാണ് ഓഡിയൻസിൽ നിന്നുള്ളത്. ഞാൻ അവരിലേക്ക് പോവാം. ഈ 3 പേരും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് സമയം വളരെ കുറവ്. ഇപ്പൊ തന്നെ നമ്മൾ 2 മണിക്കൂർ എത്തിയിരിക്കുന്നു. ഒരു ചോദ്യത്തിൽ ഒതുക്കുക. ഒരുപാട് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ഒരു 30 സെക്കൻഡ് എടുത്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. അതുപോലെ തുടർ ചോദ്യങ്ങൾ ഒഴിവാക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചന്തു ചോദിച്ചോളൂ. താങ്ക് യു. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ? ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഓഡിബിൾ ആണല്ലോ? ഓക്കെ. ഞാൻ എവീസിലെ നിങ്ങളൊക്കെ എഴുതിയിട്ടുള്ള 4 പുസ്തകങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരാളാണ്, അത് വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ കുട്ടികളിലേക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ അടുത്ത തലമുറ വായിച്ചു വളരേണ്ട ഒരു പുസ്തകമാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ കുട്ടികളുടെ വായനാശീലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പുസ്തകങ്ങൾ നമ്മളിപ്പോ നമ്മുടെ തലമുറ വായിച്ച പോലെ അല്ല അവർ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകങ്ങളെ നമ്മൾക്ക് ഒരു കിൻഡിൽ വേർഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് ആയിട്ടോ എടുക്കുന്ന സാധ്യതകളെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ കോസ്റ്റിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയുന്നതിനേക്കാളും ഈ റൂമിൽ ഇരിക്കുന്നവരോട് പറയുന്നത്, നമുക്കത് കളക്റ്റീവായിട്ട് എന്തെങ്കിലും ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സാധ്യതയെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. കാരണം ഇത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തേണ്ടത് വളരെ ആവശ്യമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ രീതിയിൽ ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കളക്റ്റീവായിട്ട് എന്തെങ്കിലും ഇതിനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടതാണെന്ന് ഈ റൂമിനോട് അപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന്. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങളുടെ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഈ കോഴ്സുകൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ഹിന്ദി പ്രചാര സഭയുടെ പ്രഥമ ദൂസരി രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് പല ലെവൽസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കോഴ്സുകളെ തന്നെ നമ്മളിങ്ങനെ പല ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ പഠിക്കാനും സൗകര്യമായിരിക്കും. അത് അവർക്കൊരു റെക്കഗ്നീഷൻ ആയിരിക്കും. ഞങ്ങളൊക്കെ വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്, ഞാൻ പ്രവേശിക കഴിഞ്ഞു, ഭൂഷൺ കഴിഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ആ കോഴ്സുകളെ ഒന്ന് സബ്ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് ഒരു ഇതായിട്ട്, ഇപ്പൊ ഞാനിപ്പോ പറയുന്ന പോലെ പ്രഥമ ദൂസരി രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് ലെവൽസ് ആക്കി മാറ്റുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓരോ സ്റ്റെപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ വളരെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. സുജിക്ക് എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. നമ്മുടെ ഇപ്പം ഇതിനകത്ത് സൂചിപ്പിച്ച കോഴ്സുകളുടെ ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കോഴ്സുകൾ ആധ്യാത്മിക ശാസ്ത്രം, അതുപോലെ തന്നെ ഭാരതീയ സംസ്കൃതി, യോഗ വിദ്യ തുടങ്ങിയ കോഴ്സുകളെല്ലാം തന്നെ
ഘട്ടം ഘട്ടമായിട്ടാണ്, പല ലെവലുകളായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആധ്യാത്മിക ശാസ്ത്രം എന്നുള്ളതിന് സനാതനധർമ്മ പരിചയ ലെവൽ എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. പൂർണ്ണമായിട്ടും പദപരിചയം മുതൽ ഒരു ലഘു പരിചയം ലഭിക്കത്തക്ക രീതിയിലാണ് പരിചയ ലെവൽ കോഴ്സ് ഗുരുനാഥൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബേസിക് തല കോഴ്സുകളുണ്ട്. അതുപോലെ TTC, അഡ്വാൻസ്ഡ്, മാസ്റ്റർ ലെവൽ എന്നിങ്ങനെയുള്ള തലങ്ങളും കൂടെ ഇതിനുണ്ട്. അതുപോലെ കുട്ടികളിലേക്കായിട്ട് ഈ കോഴ്സുകൾ എത്തിച്ചേരാനായിട്ട് സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന കോഴ്സ് കൂടെ അതിനകത്ത് വിഭാവനം ചെയ്തിട്ടുണ്ട് ഗുരുനാഥൻ. വളരെ കുഞ്ഞു പ്രായം മുതൽ തന്നെ ഹയർ ലെവൽ വരെയുള്ള വിദ്യാർത്ഥികളെ അടക്കം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ യഥാർത്ഥ വിദ്യാർത്ഥിയാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള കോഴ്സാണ് സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാം അഥവാ വിദ്യാർത്ഥി നൈപുണ്യ വർഗ് എന്ന് പറയുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ള ഈ കോഴ്സുകളോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള 6 തരം ബ്രെയിൻ വാഷിങ്ങുകളെ, എനിക്ക് തോന്നുന്നു 6 തരത്തിലുള്ള ബ്രെയിൻ വാഷിങ്ങുകൾ ഏതൊക്കെയാണെന്ന് നേരത്തെ ഇന്റർവ്യൂസിൽ ഡോക്ടർ അനഘ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കുന്നു. അപ്പൊ ഈ 6 തരം ബ്രെയിൻ വാഷിങ്ങുകളെയും തുടച്ചു നീക്കാൻ നമ്മുടെ ശാസ്ത്രത്തെക്കുറിച്ചിട്ട്, നമ്മുടെ ദർശനത്തെക്കുറിച്ച്, നമ്മുടെ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വ്യൂ എന്താണെന്നുള്ളത് ഇനിയുള്ള തലമുറകൾ അറിഞ്ഞു വരാനായിട്ടുള്ള രീതിയിലുള്ള സുദർശനം കൗൺസിലേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അതുപോലെ മൃത്യുഞ്ജയം കോഴ്സുകളെല്ലാം ഗുരുനാഥൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ പല ലെവലുകളായിട്ട് തന്നെയാണ് ഇത് പോകുന്നുള്ളത്. മാത്രമല്ല ഇതിന്റെ ഒരു വിദ്യാജ്യോതി സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടെ ഇതിന്റെ ഭാഗമായിട്ട് ഗുരുനാഥൻ സ്ഥാപിക്കും. ഗുരുനാഥന്റെ മാർഗനിർദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നുള്ള വിജ്ഞാന ഭാരതി വിദ്യാകേന്ദ്രത്തിന്റെ കീഴിൽ വരുന്നുള്ളതായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. അതിൽ ഇനിയുള്ള തലമുറകൾ നല്ല അറിവുകൾ, യഥാർത്ഥ അറിവുകൾ പഠിച്ചു വരാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് വിദ്യാജ്യോതി സ്കോളർഷിപ്പ് എന്ന് പറയുന്നുള്ളത്. വൈജ്ഞാനികം, സംസ്കൃതി തുടങ്ങിയ 3 ഘട്ടങ്ങളിലായിട്ടത് 15-ലേറെ തലക്കെട്ടുകൾ വരുന്ന 15 ലെവലുകളായിട്ട് വരുന്നു. 100-ലേറെ തലക്കെട്ടുകളോട് കൂടിയിട്ട് വരുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ കോഴ്സുകൾ പല ലെവലുകളിലായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിൻഡിൽ ആയിട്ടും അതുപോലെ ഈ ബുക്സ് ആയിട്ടുള്ള അതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചനയിലുണ്ട്. വളരെ അടുത്ത് തന്നെ അത് അതിന്റെ പണിപ്പുരയിൽ അതെല്ലാം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അതെ, അത് ചന്ദുരു ചോദ്യത്തിന് പൂർണ്ണമായിട്ടൊരു ഉത്തരമായി എന്ന് വിചാരിക്കുകയാണ്. വിനോദാണ് അടുത്തുള്ളത്. വിനോദ്, ചോദിച്ചോളൂ. എല്ലാവർക്കും നമസ്തേ. എന്നെ കേൾക്കാമോ? ലൗഡാണോ? ലൗഡാണ്, കേൾക്കാം. പറഞ്ഞോളൂ. ഞാൻ ആദ്യം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ നമ്മള് ഇവിടെ പലപ്പോഴായിട്ട് ലവ് ജിഹാദ് അതുപോലുള്ള വിഷയങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു പക്ഷേ പണ്ടത്തെ അത്ര അഗ്രസീവായിട്ട് ഇന്ന് നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ തെറ്റി തന്നെ ആയിരിക്കാം. പക്ഷെ എന്തായാലും നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു എന്താണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്ന കേസുകളിൽ പലപ്പോഴും സപ്ലൈ ചെയിനിലോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരിലായിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യനായിരിക്കും, മിക്കവാറും ഹിന്ദു ആയിരിക്കും. അപ്പോ ഇവരെ പോലുള്ളവരെ നമുക്ക് എന്തായാലും ഇവരൊന്നും മുൻകൂട്ടി പറഞ്ഞ് അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ വലിയ കാര്യമാണ്. മുൻകൂട്ടി പറഞ്ഞ് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ അതിലേക്ക് വിടാതെ ഒക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. പക്ഷെ അങ്ങനെ നടത്തുമോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. ഇതുപോലെ പെട്ടുപോകുന്ന കുട്ടികൾ പിന്നീട് അവരുടെ ഭാവിയിൽ അവരെ വീണ്ടും അതിലേക്ക് പെട്ടുപോകാതിരിക്കാനും വീണ്ടും അതിലേക്ക് താണു പോകാതിരിക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ആർഷവിദ്യാ സമാജത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ എന്നാണ് എനിക്ക് ചോദ്യം. അങ്ങനെ ഇല്ല എങ്കിൽ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. നമസ്കാരം. ചോദിച്ചത് എനിക്ക് തോന്നുന്നു ഈ ലഹരി പോലുള്ള അതിലേക്ക് നമ്മുടെ ജനത പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അതിലേക്ക് ആൾക്കാർ പോയി ഈ മതപരിവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ അതിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതിലിപ്പോ തിരിച്ചു വന്നാലും ശരി, വീണ്ടും റീലാപ്സ് ചെയ്യാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അതുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്തെങ്കിലും ഈ ഭാഗത്തുനിന്ന് നമ്മൾ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. നമ്മളിവിടെ
ഇപ്പൊ ഈ സൂചിപ്പിച്ചതിൽ ഒരു കാര്യം ഒന്ന് തിരുത്തിക്കോട്ടെ. ലവ് ട്രാപ്പ് ജിഹാദ് ഒന്നും ഇപ്പൊ അത്ര വ്യാപകമായിട്ട് നടക്കുന്നില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതിൽ ഒരു തിരുത്തല്. അതിപ്പോഴും നിർബാധമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കുറവും വന്നിട്ടില്ല. അതിപ്പോ ഇവിടെ കേരളത്തിൽ നിന്നല്ല, ആഹ് ഈ നമ്മുടെ ഭാരതത്തിന്റെയും ഭാരതത്തിന് വെളിയിൽ നിന്ന് പോലും ഇതിനിരയാകപ്പെട്ട ആൾക്കാര് അവരുടെ രക്ഷിതാക്കള് നമ്മളെ വിളിച്ച് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടെയാണ്. പക്ഷെ നേരത്തെ പോലെ ഇതത്ര അറിയപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം അറിയിച്ചിട്ടും ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നില്ല എന്നാണ് ഇവിടെ ഇതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നവരുടെ കണ്ടെത്തലുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ അറിയിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാകാം ഒരുപക്ഷെ ആരും അങ്ങനെ പുറത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഇതിപ്പോ നിർബാധം നടക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ നമ്മള് ഇതുപോലെ ലഹരിയിലൂടെ എന്താ പറയാ, നാർക്കോട്ടിക് ജിഹാദ് പോലുള്ളതിന് ഇരയാകപ്പെട്ട ആൾക്കാരെയും നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് സീവിയർ നാർക്കോട്ടിക് കേസുകൾ, അതുപോലെ തന്നെ നാർക്കോട്ടിക്സിന് സീവിയർ ആയിട്ട് അഡിക്റ്റ് ആയിട്ടുള്ളവർ, അതുപോലെ സീവിയർ ഡിപ്രഷൻ ലെവലിലേക്ക് എത്തിയവരെ ഒഴികെ ബാക്കി ഉള്ള ഏത് ടൈപ്പ് കൺവേർഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർ, ജിഹാദിനിരയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഇന്റലക്ച്വൽ അതുപോലെ തന്നെ സ്പിരിച്വൽ സൈക്കോളജിക്കൽ ഗൈഡൻസിലൂടെ അവരെ തിരിച്ച് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ ചെയ്യാറുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കൺവേർഷൻ അവയർനെസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലുള്ള അവരേതൊക്കെ മെത്തേഡ്സിലൂടെ ഈ കൺവേർഷൻ എന്ന് പറയുന്നത്, അതാണല്ലോ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോഴും ജനം തിരിച്ചറിയാത്തൊരു കാര്യം, മതപരിവർത്തനം എന്നുള്ളതാണ് മുഖ്യ പ്രശ്നം. അതിനായിട്ടുള്ള പല പദ്ധതികളിലൊന്നും ഓരോന്ന് മാത്രമാകുന്നു. നമ്മൾ നേരത്തെ ഇപ്പൊ പറയുന്ന ഈ നാർക്കോട്ടിക് ആയിക്കോട്ടെ, ഈ പറയുന്ന ലവ് ട്രാപ്പ് ആയിക്കോട്ടെ, ഇതെല്ലാം അതിലെ ഓരോരോ വഴികൾ മാത്രമാകുന്നു. അപ്പൊ ഇതിന്റെ കുറിച്ചൊക്കെയുള്ള അവയർനെസ് നമ്മുടെ അവയർനെസ് സെഷൻസിലൂടെ നമ്മൾ നൽകാറുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇതിൽ ആർ ഡി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടി ഉണ്ട്. ആർ ഡി പറയാൻ ഉദ്ദേശിച്ച ഒരു സിനാരിയോ വളരെ വേഗം ഒന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഈ ഓഡിയൻസിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആടി പറഞ്ഞോളൂ. വളരെ നന്ദി രവി, ടൈം തന്നതിന്. ആദ്യം സത്യമേ ചെയ്ത് ടീമിന് താങ്ക്സ്, പിന്നെ AVS ടീമിനും താങ്ക്സ് ഇങ്ങനെ ഇത്രയും ടൈം എടുത്തതിന്. ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് ഒരു കോണ്ടെക്സ്റ്റ് പറയണമെന്ന് പറഞ്ഞാൽ ഞാനത് നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്റെ മോള് ഇപ്പൊ +2 പോവുകയാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ അടുത്ത് നമ്മൾ ഈ ആത്മീയത, പിന്നെ ആചാര്യൻ, സാംസ്കാരികത, ഇങ്ങനെ ധർമ്മം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ വേർഡ് പറയുന്നത് ഒരു CBSE സിലബസിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അവർക്ക് വേഗമായിട്ട് തലയിലുള്ള മണ്ടയിൽ കൂടെ അവർ പോകുന്നത് പോലെ തോന്നാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അറിയാലോ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്, പിന്നെ കേരളത്തിലെ സാമൂഹിക സാഹചര്യം അറിയാലോ. അപ്പൊ ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവ് ജിഹാദിന് വേണ്ടി ഞാൻ എന്റെ കുഞ്ഞിനോട് കാണിച്ചു കൊടുക്കുന്ന ഹാർഡ് ഫാക്ട്സ് എന്ന് വെച്ചാൽ, കേരള ഹൈക്കോടതി ആസ് ഗവൺമെന്റ് ടു ഫ്രെയിം ലോസ് ടു സ്റ്റോപ്പ് ലവ് ജിഹാദ്. ഇത് ലവ് ജിഹാദ് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഡിസംബർ 10, 2009 KT ശങ്കരൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് ഇത് ലവ് ജിഹാദ് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫാക്ട് ഫ്രണ്ടിലോട്ട് വയ്ക്കുകയാണ്. ഞാൻ ഇനി രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് പറയാം. രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് ഞാനത് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യത്തിന് ആ രൂപത്തിലോട്ട് മാറ്റുകയാണ്. അറ്റ്ലീസ്റ്റ് 3 ക്വാളിറ്റീസ് എങ്കിലും കുറഞ്ഞത് പിള്ളേർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിലേ നമ്മൾക്ക് ഈ ഒരു രീതിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ ക്ലബ് ഹൗസിലോ അല്ലെങ്കിൽ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ഗ്രൂപ്പുകൾ ഇപ്പം പരിവർത്തനത്തിനാണ് മെയിനായിട്ട് കൺവേർഷൻ നിരുപാധികം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഹിന്ദു സമാജത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മനപരിവർത്തനം, ദാറ്റ് മീൻസ് സെലക്റ്റീവ്, ഫോക്കസ്ഡ്, അപ്രോച്ചബിൾ ആയിട്ട് ഫോൾസ് നെറേറ്റീവ് നടത്തി അതിനെ ഒരു ആയുധമാക്കി ഉപയോഗിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ മനുസ്ക്രിപ്റ്റ്സ്, ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ് എല്ലാം തെറ്റായിട്ട് ധരിപ്പിച്ച് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാക്കി, ഇൻഫീരിയോറിറ്റിയും ഡിവിഷനും ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ പുതുതലമുറയിലേക്ക് എങ്ങനെ ഈ അവർ മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധത്തിനെ, അതിപ്പം വോക്കിസ്റ്റുകളാവും, ലിബറലിസ്റ്റുകളാവും, മെയിനായിട്ട് കമ്മ്യൂണിസ്റ്റുകളും ജിഹാദിസ്റ്റുകളും ഇവാഞ്ചലിസ്റ്റുകളാണ് ഇത് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവർ കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ മലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡേൺ ടൈംസിൽ ഈ ആചാര്യൻ, സാംസ്കാരികത ഇതൊന്നും പറയുന്നതിന് പകരം മോഡേൺ വാക്കുകൾ ഉപയോഗിച്ച് ജാർഗൺസ് നടത്തി അവരുടെ മൈൻഡിനെ കറപ്റ്റ് ചെയ്യാൻ നോക്കുന്നു. നിങ്ങൾ 3 ക്വാളിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വാക്ക് കുഞ്ഞ് IQ ലെവൽ. ഞാൻ അതിനെ കുറച്ചുകൂടെ ഇതായിട്ട് പറയണം, ഇന്നസെൻസ് അല്ലെങ്കിൽ നിഷ്കളങ്കത എന്ന് പറയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ. ഈ ഓപ്പൺ മൈൻഡഡ്നെസ്സിനെ, ഒരു പ്യുവർ ഹാർട്ടിനെ ഈ സെറ്റപ്പ് കൊണ്ട് അതിനെ കറപ്റ്റ് ആക്കുകയും, പിന്നെ അത് നേരത്തെ വിനോദോ ഒരു ഭായി പറഞ്ഞതുപോലെ ഡ്രഗ് കൊണ്ടോ ഈ ഐഡിയോളജി കൊണ്ടോ ഡാമേജ് ചെയ്യുകയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി പോവുകയും ചെയ്യുന്നു. അപ്പോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത്രയും പറയേണ്ടിയിരുന്നത് ക്ഷമിക്കണം. ക്വസ്റ്റ്യൻ എന്താണ്, ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ AVS ടീമിന് എന്താണ് എനിക്ക് തരാനുള്ള ഉപദേശം? ഇങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഫോൾസ് നറേറ്റീവ് ചെയ്ത് വെപ്പണൈസ് ചെയ്ത് ഒരു കുഞ്ഞിന്റെ മൈൻഡിനെ
നിങ്ങൾ പറയുന്ന 3 ലെവലിൽ നിന്നും അപ്പുറത്തേക്ക് തള്ളി വിടുന്നതിന് നമുക്ക് തടയാൻ പറ്റുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പ്രിക്കോഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുഞ്ഞിനെ ഈ നിങ്ങൾ പറയുന്ന 3 ലെവലിൽ നിന്നും താഴോട്ട് പോകാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് ഇത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള എനിക്കൊന്ന് തടുക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ക്ഷമിക്കണം ഞാൻ ഇത്ര ഇമ്പോസ് ചെയ്തതിന്. നന്ദി, നമസ്തേ, അവസരം തന്നതിന് താങ്ക് യു. ചോദ്യം വ്യക്തമാണ്. ഇതിൽ നമ്മുടെ തലമുറ ഇതുപോലുള്ളൊരു എന്താ പറയാ തെറ്റായ ആശയങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് നേരത്തെ ചെയ്യേണ്ടിയിരുന്ന, നമ്മുടെ പൂർവികന്മാരുടെ കാലത്ത് തന്നെ ചെയ്യേണ്ടിയിരുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. അത് ചെയ്യാത്തത് കൊണ്ടാണ്, അത് ചെയ്യാതിരുന്നതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഇപ്പം ഡി സർ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ആധ്യാത്മികം, ആചാര്യൻ എന്നൊക്കെയുള്ള പദം കേൾക്കുമ്പോൾ തന്നെ അവർക്കത് ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത പ്രശ്നം വരുന്നത് അതിന്റെ ഒരു പരിണിത ഫലമാണ്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അവർ ചെയ്തില്ല എന്ന് കരുതിയിട്ട് ഇന്ന് നമ്മളത് ചെയ്യാതിരിക്കുന്നത് ബുദ്ധിയല്ല. എന്തുകൊണ്ട് അവർക്ക് ഈ പോലുള്ള പദങ്ങൾ പരിചിതമല്ല? അതുപോലെ തന്നെ ഇന്നത്തെ മോഡേൺ ടേംസ് പറയുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് പരിചയമാവുന്നു? അവർ കുഞ്ഞുനാൾ മുതൽ അത് കേൾക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞുനാൾ മുതൽ ഇത് കേൾക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. ഇതുവരെ കേൾക്കാത്ത ആൾക്കാർക്ക് നമ്മൾ അതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവരാദ്യം കേൾക്കുമ്പോൾ നെറ്റിച്ചുളിക്കും. സ്വാഭാവികമായിട്ടും റഹ്മത്ത് ആകുന്നതിന് മുൻപ് ശ്രുതിയോട് ആധ്യാത്മികം, സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതെന്ത് എന്താ പറയാ, ഇതെന്ത് സംഭവമാണെന്നൊക്കെയുള്ള ചിന്തിച്ചു പോയേനായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന് കേൾക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ കേട്ടു. പക്ഷെ ഇവിടെ സാഹചര്യം ഉണ്ടാകാതെ തന്നെ അവരിലേക്ക് അത് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും രക്ഷിതാക്കൾ അത് അറിയിക്കണം എന്ന് പറയാൻ ഇതിനകത്ത് പറ്റുള്ളൂ. പിന്നെ ഇനിയുള്ള തലമുറകൾ ഇത് കുഞ്ഞുനാൾ മുതൽ കേൾക്കാനുള്ള സാഹചര്യം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കണം. പലപ്പോഴും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു കാര്യം, ഇപ്പം ആർഷവിദ്യാസമാജത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്നും അതുപോലെ ഭാരതത്തിന് വെളിയിൽ നിന്ന് പോലും, അതും ഇന്ത്യൻ വംശജരായിട്ടുള്ള, ഒന്ന് മനസ്സിലാക്കണം, ഇന്ത്യൻ വംശജരായി വെളിയിൽ വിദേശത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് അവരുടെ കുട്ടികളെ, ടീനേജൊക്കെ വയസ്സിലുള്ള കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അവര് പലപ്പോഴും പറയുന്നൊരു കാര്യം, അവർക്ക് കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം അറിയില്ല, നമ്മുടെ ധർമ്മത്തിന്റെ പേരറിയില്ല, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല. പോട്ടെ, നമ്മുടെ മാതൃഭാഷ പോലും അറിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനൊരു മുസൽമാൻ അല്ല ഉത്തരവാദി, അതിനൊരു ക്രിസ്ത്യാനി അല്ല ഉത്തരവാദി, അതിന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് ഉത്തരവാദി. അല്ലേ? സ്വന്തം ഭാഷ, ജനിച്ചു വളർന്ന മാതൃഭാഷ പോലും അറിയാത്ത സാഹചര്യം ഉണ്ടാവുക, അതുപോലും മര്യാദയ്ക്ക് ഉച്ചരിക്കാൻ അറിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത്, എന്റെ കുഞ്ഞ് വലിയ കോളേജിൽ, വലിയ സ്കൂളിൽ പഠിച്ച് വലിയ വിദ്യാഭ്യാസം നേടണം എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ, എല്ലാ രക്ഷിതാക്കളെയും അല്ലാട്ടോ പറയുന്നേ, പക്ഷേ ഇങ്ങനെയുള്ള രക്ഷിതാക്കളും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. അപ്പൊ അതിനൊക്കെ ആകെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് പറയുന്നത്, അന്ന് അവർ ചെയ്തില്ല എന്ന് നമ്മൾ ഇന്ന് വിരൽ ചൂണ്ടുന്നത് പോലെ നാളെ ഒരു തലമുറ നമുക്ക് നേരെ വിരൽ ചൂണ്ടാതിരിക്കാൻ ഈ വിഷമം അറിയുന്ന ഈ നിമിഷം അതിനുള്ള എക്കാലത്തേക്കുമായിട്ടുള്ള പരിഹാരം കാണുക എന്നുള്ളതാണ്. പ്രായോഗികമായ രീതിയിൽ, അനുഭവവേദ്യമാകുന്ന രീതിയിൽ, യുക്തിസഹമായിട്ടുള്ള രീതിയിൽ, ശാസ്ത്രസമ്മതമായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമ്മുടെ ശാസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതുമാണ്. അവിടെയാണ് ആർഷവിദ്യാസമാജത്തിന്റെ പ്രസക്തി. ഞാനിതൊരു എന്താ പറയാ, ഇതിന്റെ ഒരു വക്താവ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആർഷവിദ്യാസമാജത്തിന്റെ പ്രവർത്തക എന്നുള്ള ആസ്പെക്റ്റിലല്ല പറയുന്നത്, തികച്ചും ഒരു അനുഭവസ്ഥ എന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത്. കാരണം ഏതൊരാൾക്കും, ഏതൊരു കൊച്ചുകുട്ടിക്കും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ, അതുപോലെ അനുഭവവേദ്യമാകുന്ന രീതിയിൽ, പ്രായോഗികമായിട്ടുള്ള രീതിയിൽ, പരീക്ഷണാത്മകമായിട്ടുള്ള രീതിയിൽ, യുക്തിസഹമായിട്ട്, ശാസ്ത്രസമ്മതമായിട്ടാണ് ഗുരുനാഥൻ ഈ കോഴ്സുകളെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ കോഴ്സുകൾ പഠിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ആർഷവിദ്യാസമാജം ഈ നിമിഷം വരെ 8,000-ലധികം പേരിലേക്ക്, 8,000-ലധികം പേരെന്ന് പറയുമ്പോൾ സനാതനധർമ്മത്തോടും ഭാരതം എന്ന് പറയുന്ന ഈ മഹത്തായ ദേശത്തോടും കൂറും പ്രതിബദ്ധതയും സ്നേഹവും ഒക്കെ വാർന്നൊഴുകി വന്നവരാരുമല്ല ഇതിന്റെ പടികേറി
വന്നവർ ഈ 8,000-ലധികം പേരെന്ന് പറയുന്നവർ, ഞാനടക്കം, ഈ രാഷ്ട്രത്തിന്റെ സമാധാനത്തിന് എങ്ങനെ കത്തിവെക്കാം, എങ്ങനെ ഈ സംസ്കാരത്തെ തച്ചുടയ്ക്കാം, ഈ ശാസ്ത്രത്തെ ഇവിടുന്ന് ഇല്ലാതാക്കാം, ഈ സനാതനധർമ്മത്തെ എങ്ങനെ ഇല്ലാണ്ടാക്കാം, അത് പിന്തുടരുന്നവരെ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന് ചിന്തിച്ചിരുന്ന ഒരാൾക്കാരാണ്. നേരത്തെ ചോദിച്ചില്ലേ എങ്ങനെയാണ് ആന്റി നാഷണലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയും ഇവിടെ ദാറുൽ ഇസ്ലാം ആക്കുക, അതിനായിട്ടുള്ള ഏത് വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്യുക. ലൈക്ക് എല്ലാ രീതിയിലും ഫലപ്രയോഗത്തിലൂടെ ആയിക്കോട്ടെ, ഏതൊക്കെ രീതിയിൽ ഇവിടെ ഇസ്ലാം പടർത്താൻ പറ്റുമോ, ഈ ആശയം പടർത്താൻ പറ്റുമോ, അതിനുള്ള എല്ലാ പരിശ്രമങ്ങളെയും ജിഹാദ് എന്ന് പറയുന്നു. അങ്ങനെ ഈ ജിഹാദിയൻ ആക്ടിവിറ്റീസിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, കാരണം ജിഹാദിന് അത്രമാത്രം വലിയൊരു പ്രാധാന്യം ഇവർ നൽകുന്നുണ്ട്. 5 എന്താ പറയുക, അതിന്റെ നിർബന്ധ ചര്യകളൊക്കെ ഉണ്ട്. അതിലും ഏറ്റവും വലിയ പദവിയാണ് ജിഹാദിന് കൽപ്പിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതം. അപ്പോ ആ പദ്ധതിയിലൂടെ ഇവിടെ ദാറുൽ ഇസ്ലാം ആക്കാനായിട്ട് അവർ കച്ചകെട്ടി ഇറങ്ങുന്നില്ലേ? അവർ ഓരോ നിമിഷം ഓരോ ടെക്നിക്കുകൾ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ മതം പടർത്തുന്നില്ലേ? എന്തുകൊണ്ട് ചിരപുരാതനവും നിത്യനൂതനവുമായിട്ടുള്ള നമ്മുടെ ശാസ്ത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാൻ എന്ത് ലിമിറ്റേഷനാണ് നമുക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്? ഒരു ലിമിറ്റേഷനും അതിന് മുമ്പിൽ ഒന്നുമല്ല. നമ്മുടെ ധൈര്യക്കുറവും നമ്മുടെ എന്താ പറയുക, പിന്നോട്ട് വലിവും പിന്നോട്ട് പോകാനുള്ള ആ ടെൻഡൻസിയും മാത്രമാണ്. ഇത് നമ്മുടെ നാടാണ്, ഇത് നമ്മുടെ വീടാണ്, നമുക്ക് ഈ ചുമരിനപ്പുറം ഇനി പോകാനിടമില്ല. നമ്മൾ ഇവിടം തൊട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആധ്യാത്മികം എന്ന് കേൾക്കാൻ കുട്ടികൾ തയ്യാറാകും, ആചാര്യൻ എന്ന് കേൾക്കാനും തയ്യാറാകും, ആചാര്യനിൽ നിന്നുള്ള അറിവ് കേൾക്കാനും അറിവ് നുകരാനും കുട്ടികൾ തയ്യാറാകും, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും തയ്യാറാവും. നമ്മൾ മുമ്പോട്ട് വരിക. ഈ കോഴ്സുകൾ പഠിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ കുഞ്ഞുങ്ങളും തയ്യാറാകും. നമ്മൾ ഇത് എല്ലായിടത്തും എത്തിക്കാൻ തയ്യാറാണോ? എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഇത് പഠിച്ച് എല്ലായിടത്തും എത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹർഷവിദ്യാ സമാജം അതിനുള്ള ഇത്രയും കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, ഇത്രയും കാലത്തെ ആധ്യാത്മിക ഗവേഷണത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് സനാതനധർമ്മം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പറയുന്ന മതപരിവർത്തനം എന്ന് പറയുന്ന മനപരിവർത്തനത്തിലൂടെ തന്നെയാണ്. അപ്പം ഇതിനുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഈ പോകുന്നവരെ ഇതിലെ കൂടെ ഒരു ഫേസ്ബുക്കിൽ എവിടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു 4-5 കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഉടുപ്പിടിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത കുഞ്ഞ് അതിലെ കൂടെ ഓടും. അപ്പൊ ഇപ്പുറത്തു കൂടെ ഇങ്ങനെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് പോകുന്ന കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുക മാത്രമല്ലാതെ ഒരിക്കലും ശാശ്വതമായി ഈ ശാസ്ത്രം വിട്ട് ഒരു കുഞ്ഞും, ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഒരു കുഞ്ഞും പോകാത്ത വിധത്തിൽ ഇതിന് ശാശ്വത ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ സരളമായിട്ട് പദപരിചയം മുതൽ തന്നെ നമ്മുടെ ശാസ്ത്രം പഠിക്കാനും നമ്മുടെ ചരിത്രം പഠിക്കാനുമുള്ളൊരു സംവിധാനം, നമ്മുടെ അതുപോലെ തന്നെ ആധുനിക പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ശരിയായ രീതിയിൽ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അത് എല്ലായിടത്തും എത്തിക്കുക. ഈ കോഴ്സുകൾ എല്ലായിടത്തും എത്തിക്കാനുള്ള പ്രാപ്തരായിട്ടുള്ള, ഇതിനു വേണ്ടി സമയം, ഊർജം, തന്റെ കഴിവുകൾ എല്ലാം തന്നെ സ്പെയർ ചെയ്യാൻ പറ്റിയ ധർമ്മപ്രചാരകന്മാരെ തയ്യാറെടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മപ്രചാരക പദ്ധതി കൂടെ ഗുരുനാഥൻ വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് പഠിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള വിജ്ഞാന ഭാരതി ഇന്റർനാഷണൽ സ്റ്റഡി റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെന്റർ കൂടെ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, ഓൺ പ്രോസസ്സിലാണ്. 2021 നമ്മൾ ആരംഭിച്ചു. ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇസ്ലാം മതസ്ഥരോ ക്രിസ്തു മതസ്ഥരോ അല്ലാത്തത് കൊണ്ട് 2021 ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇപ്പോഴും ഈ 2025 നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിലെ ധ്വനി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ വളരെ വ്യക്തമായിട്ടൊരു ഉത്തരമാണ് നൽകിയത്. ഞാനത് നമുക്ക് വളരെ വേഗം വൈൻഡപ്പ് ചെയ്യാം. വിധി ചേച്ചി ഒരു ചോദ്യം പറഞ്ഞിരുന്നു, ഞാനൊരു ഫാക്ച്വൽ ആയിട്ടൊരു കാര്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വിധി ചേച്ചി ചോദിച്ചോളൂ. അല്ല, ആക്ച്വലി എന്റെ എനിക്ക് ആവശ്യമുള്ള ആൻസേഴ്സ് ഒക്കെ ഒരുവിധം കിട്ടി. ഐ സ്പീക്ക് ഇൻ ദ എൻഡ്. രവി കണ്ടിന്യൂ, ഞാൻ അവസാനം പറയാം. ശരി, ഞാൻ ഒരു ചോദിക്കാം. അപ്പം ആർഷവിദ്യാ സമാജത്തിൽ ധാരാളം അതുപോലെ മതപരിവർത്തനത്തിലേക്കൊക്കെ പെട്ടുപോയ ധാരാളം ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അതിൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഒരു റേഷ്യോ ആണ്. അതിൽ ഇസ്ലാമിലേക്ക് പോകുന്ന, ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇതേപോലെ നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിലേക്കൊക്കെ പോകുന്ന അതിന്റെ ഒരു അനുപാതം എങ്ങനെയാണ്? കൂടുതൽ ഞാനത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ത്രെട്ട് എവിടെ നിന്ന് വരുന്നു, കൂടുതൽ പ്രശ്നങ്ങൾ എവിടെ ഉണ്ടാവുന്നെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇതില് ഇസ്ലാം മതത്തിന്റെയും ക്രിസ്തു മതത്തിന്റെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒന്ന് പൂതനയും ഒന്ന് താടകയുമാണ്. ഒന്ന് ഞാൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് വരും, അല്ലെങ്കിൽ തെളിയിച്ചുകൊണ്ട് വരും.
മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള അപ്പിയറൻസിൽ വന്നിട്ട് പതുക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. ഇതാണ് ഈ രണ്ടിന്റെയും സ്വഭാവം എന്ന് പറയുന്നത്. രണ്ടും അപകടകാരികൾ തന്നെയാണ്. ഇസ്ലാം മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവര് അങ്ങോട്ട് ഡയറക്റ്റ് അറ്റാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർ ഒന്നോ രണ്ടോ പേരൊക്കെ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ പറയാൻ ആൾക്കാരുണ്ടാവും. ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറയാൻ ഒരു 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 ആൾക്കാർ അവിടെ ഉണ്ടാവും. പക്ഷെ മറ്റവരങ്ങനെയല്ല. അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തോടെ അങ്ങ് കൊണ്ടുപോകും. ഒരു വീട്ടിൽ 8 പേരുണ്ടോ 5 പേരുണ്ടോ, ആ 5 പേരും 8 പേരും അങ്ങോട്ട് മാറും. അപ്പൊ പിന്നെ ആരും അവിടെ പറയാനുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇവരിൽ ആരാണ് ഭേദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരും കണക്കാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, മതപരിവർത്തന ശക്തികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. പിന്നെ എത്രത്തോളം കണക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പെർസെന്റേജ് പറയുമ്പോൾ 2 പേരും ഈക്വലി ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ഈ 2 പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം അലേർട്ട് കൊടുത്തുകൊണ്ടിരിക്കും. പരസ്പരം ഇൻ ദ സെൻസ് അവർക്കകത്ത് തന്നെ എന്താ പറയുക, സഭകളും ഉപസഭകളും വിഭാഗങ്ങളും സംഘടനകൾ വക്താക്കൾ എന്ന് പറയാൻ നിരവധി പേരുണ്ടാകും. അവർ അങ്ങോട്ടും ഇങ്ങോട്ട് വാർണിംഗ് കൊടുക്കും. നോക്കൂ, അവരെ ഫോളോ ചെയ്യണ്ട, ഇവരെ ഫോളോ ചെയ്യണ്ട. ലൈക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ യഹോവ സാക്ഷികൾ പറയും പെന്തക്കോസ്തുകാരെ പിന്തുടരരുത് കേട്ടോ, അങ്ങോട്ട് പോകരുത്, അവരെ വിശ്വസിക്കരുത്, അവരെ പിന്തുടരാൻ നിൽക്കരുത് എന്ന് പറയും. ഇവർ തിരിച്ച് അങ്ങോട്ടും പറയും. ഇതേപോലെ തന്നെ സുന്നികളുടെ ഇടയിലും ഇല്ലേ, ഇവർക്കിടയിലെ തർക്കം തീർന്ന് സമയമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുടിയുടെ പേരിലും എല്ലാത്തിന്റെയും പേരില്. പക്ഷെ അവരുടെ സമാധാനക്കേടൊക്കെ അവരുടെ അകത്ത് വെച്ചിട്ട് ബാക്കിയുള്ളവരെ അതിലേക്ക് വലിച്ചൊഴിച്ച് കൊണ്ടുപോകും. പക്ഷേ ഇതൊന്നും, ഈ ഒരു വാർണിങ്ങും ഇല്ലാതെ ഒരു അലേർട്ട്നെസ്സും ഇല്ലാതെ നിൽക്കുന്ന ഹിന്ദുക്കൾ സർവജ്ഞപീഠം കയറിയിരിക്കുന്നുണ്ട്. ശങ്കരാചാര്യരൊന്നും ഒന്നുമല്ല ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളാണ് ഇവിടെ സർവജ്ഞപീഠം കയറിയിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ സർവജ്ഞപീഠം കയറിയിരിക്കുന്ന ഹിന്ദു സമൂഹത്തിൽ നിന്നാണ് ശരിക്കും അവർക്കൊരു ഇങ്ങനെ ഒരു മുൻകരുതൽ എടുക്കണ്ട, വാർണിംഗ് എടുക്കണ്ട, അവയർനെസ് വേണ്ട, ഒന്നും വേണ്ട, എല്ലാം തികഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മൾ തിന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ഈക്വൽ ടു റിക്രൂട്ട്മെന്റ് ഏജൻസി ടുവേർഡ്സ് ഇസ്ലാം ടെററിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. അപ്പൊ കണക്ക് നോക്കുകയാണെങ്കിൽ 2 പേരും ഒരുപോലെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ രാവിലെ മുതൽ അങ്ങ് ഇരിക്കുകയാണെന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും. ഞാൻ ഇതിൽ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത് മുമ്പ് RD ചോദിച്ചപ്പോൾ തന്നെ പറയണമെന്ന് വിചാരിച്ചാണ്. ഈ ജ്ഞാനഗംഗ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ശ്രുതിജിയും കണ്ടിട്ടുണ്ടാവും. അത് ഒരുപാട് പേര് പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പല പ്രാവശ്യം അതിന്റെ ന്യൂസുകളിലൊക്കെ വന്നതാണ്, ഇതൊരു തട്ടിപ്പ് ബുക്കാണെന്നൊക്കെ പല പ്രാവശ്യം ന്യൂസിൽ തന്നെ വന്നതാണ്. എങ്കിലും വീട്ടിലെ ഫോൺ നമ്പറും അഡ്രസ്സും എഴുതി കൊടുക്കുന്നവരാണ് ഹിന്ദുക്കൾ കൂടുതലും. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിന്റെ മോഡറേറ്റേഴ്സിനൊക്കെ അതിനെ റിപ്പോർട്ട് ചെയ്തൊക്കെ മടുത്തു പോയൊരു കാര്യം. ഇത്രയും ആൾക്കാർ ഇങ്ങനെ എഴുതി കൊടുക്കുമോ എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ആ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം കൂടിയാണ് എഴുതി കൊടുക്കുന്നത്. ആ കമന്റുകൾ നോക്കിയാൽ മുഴുവൻ അതുപോലെയായിരിക്കും. അത്രയും ഈ വക കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഒട്ടും ബോധേഡ് അല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ചതിക്കുഴികളെ പറ്റിയൊന്നും ഒട്ടും അവെയർ അല്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യം കൂടി, അതായത് ഈ പോയവർ തിരിച്ചു വരുന്നതിൽ രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണോ തിരിച്ചു കൊണ്ടുവരാനുള്ള എളുപ്പത്തിൽ, അതോ വ്യത്യാസങ്ങളുണ്ടോ? അല്ല, ഇവര് പല തന്ത്രങ്ങളിലൂടെ മതം മാറ്റി എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ചാരിറ്റി കൊടുത്തോ, പലരും പറയും നമ്മുടെ സമൂഹത്തിലെ ജാതി വ്യത്യാസങ്ങൾ കൊണ്ടാണ്, ചാരിറ്റി കൊടുത്തുകൊണ്ടാണ്, ജോലി ഓഫർ ചെയ്തുകൊണ്ട്. ഏത് മെത്തേഡ് ഇല്ലെങ്കിൽ ഏത് വഴിയിലൂടെ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഏത് വഴിയിലൂടെ ആണെങ്കിലും ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഉണ്ട്, ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഘട്ടത്തിൽ എത്തിയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ഹെർക്യുലിയൻ ടാസ്ക് തന്നെയാണ്. നമ്മളൊരു ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുത്ത് സ്വാധീനിച്ച് ഇസ്ലാമിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലേക്കോ കൺവേർട്ട് ആയ ഒരാളെ നമ്മൾ അത്ര തന്നെ കൊടുത്തില്ലെങ്കിൽ അതിന്റെ ഇരട്ടി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ബ്രെയിൻ വാഷിംഗ് ലെവലിൽ എത്തിയ ഒരാളെ തിരിച്ചു കൊണ്ടുവരും ഇറ്റ്സ് നോട്ട് സോ ഈസി. അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതിന് നമ്മൾ കൃത്യമായിട്ട് കുറിക്ക് കൊള്ളുന്ന രീതിയിൽ അവരുടെ ആ മതത്തിന്റെ പൊള്ളത്തരങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും, നമ്മുടെ കാര്യങ്ങളെ കുറിച്ചിട്ട്, നമ്മളെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പിൽക്കാലത്ത് കടന്നുകൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ദുരാചാരങ്ങളോ ആയിട്ടുള്ള കാര്യങ്ങളല്ല, മാമൂൽവാദങ്ങളോ ഒന്നുമല്ല. എന്താണോ ഈശ്വരൻ ആർഷഗുരുക്കന്മാരിലൂടെ തന്ന ആ ശാസ്ത്രത്തിന്റെ യഥാർത്ഥ മുഖം എന്താണോ അത് കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർഷവിദ്യാ സമാജത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ
നമുക്ക് ഇപ്പം സത്യത്തിൽ ആർഷവിദ്യാ സമാജത്തിലേക്ക് കൊണ്ടുവരുന്ന രക്ഷിതാക്കളായിട്ടും പല സംഘടനകളുടെ സഹായത്തോടെയോ ഇല്ലെങ്കിൽ നേരിട്ട് ആർഷവിദ്യാ സമാജത്തെ ബന്ധപ്പെട്ടോ രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അതും അഫിഡവിറ്റ് ഇവിടെ താമസിച്ച് ഇവിടുത്തെ കോഴ്സുകൾ പഠിക്കാൻ തയ്യാറാണ് എന്ന് എഴുതി തരുന്ന നോട്ടറിയുടെ മുമ്പാകെയുള്ള അഫിഡവിറ്റ് തന്ന് ഇവിടെ പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് മാത്രമേ കൃത്യമായ ദിശാബോധം നൽകുവാൻ ആരെയും നമ്മൾ ഫോഴ്സ് ചെയ്യുകയല്ല അവർക്ക് ഈശ്വരൻ അത് ഏത് പേരിൽ വിളിച്ചാലും ഈശ്വരൻ നൽകിയ യുക്തിയും ബുദ്ധിയും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള ശരിയായ ആശയം ദർശനം തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ആർഷവിദ്യാ സമാജം ചെയ്യുന്നുള്ളത്. അങ്ങനെ നമ്മുടെ അടുക്കലേക്ക് കിട്ടുന്ന കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട്. നമ്മൾ നമ്മുടെ അതിന്റെ 100% എഫേർട്ട് അതിൽ എടുക്കാറുണ്ട്. അതല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റാതെ ആർഷവിദ്യാ സമാജത്തിന്റെ ക്യാമ്പസിലേക്ക് എത്തിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ എത്രയോ ഇതുപോലുള്ള ബലിയാടുകൾ എത്രയോ പേരുണ്ട്. തീർച്ചയായിട്ടും വ്യക്തമായി. വിദ്യ ചേച്ചി പറഞ്ഞോളൂ. അല്ല എന്റേത് ടുവേർഡ്സ് എനിക്ക് ഐ ജസ്റ്റ് ഹാവ് എ റിക്വസ്റ്റ്, ഗ്രൂപ്പിനോട് ഐ ഹാവ് എ റിക്വസ്റ്റ്. നമ്മുടെ ആർഷവിദ്യാ സമാജത്തിൽ നിന്നുള്ള ബുക്സ്, please go through the books. They are very, very important that people get to read them. It is not just these two alone. There are so many other books. Ellam go through that. And അതുപോലെ തന്നെ ശ്രുതിജി ഒരു റിക്വസ്റ്റ് ആണ്, if you all can have a handbook, നിങ്ങളുടെ കോഴ്സസിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ഒരു ഹാൻഡ് പോലെ നിങ്ങളുടെ കോഴ്സസ് എന്താണെന്നുള്ളത് ഇപ്പം സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രോഷർ പോലെ if you can have, and also to make it simple for younger students, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്രയും എന്താ പറയാ യങ്ങസ്റ്റ് ഏജ് പോസിബിൾ നമുക്ക് ആ ഇതിൽ നിന്ന് തുടങ്ങണം. അപ്പോഴാണ് അവർക്ക് ആ ഒരു സീഡിങ് ആ ഒരു ഏജിലാണ് ഏറ്റവും ടെൻഡർ ആയിട്ടുള്ള ആ ഒരു ഏജിൽ നിന്നാണ് അത് തുടങ്ങാൻ പറ്റുക. അപ്പൊ അത് ഇറ്റ്സ് എ സ്മോൾ റിക്വസ്റ്റ് ടു ആർഷവിദ്യാ സമാജം ആൻഡ് റെസ്റ്റ് ഇസ് ടു ദ ഗ്രൂപ്പ് that we need to promote ആർഷവിദ്യാ സമാജം as much as possible, their work, their books, their videos. അപ്പോ that is my request. അതെ, അത് സത്യം ജയത്തെ ക്ലബ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അത് മാക്സിമം ചെയ്തോളാം. ഇതേപോലെ ബ്രോഷറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഷെയർ ചെയ്യുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. അത് അങ്ങനെ നമുക്കങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിൽ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. കാരണം സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പാകത്തിന് എളുപ്പമായിരിക്കും. സൂചിപ്പിച്ചോട്ടെ ഇതിനകത്ത് ഇപ്പം കോഴ്സുകളെ കുറിച്ചിട്ടുള്ള അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ ആർഷവിദ്യാ സമാജത്തിന്റെയും സഹോദര പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന എല്ലാ പുസ്തകങ്ങളുടെയും ഏറ്റവും അവസാനം അനുബന്ധം എന്ന് പറയുന്ന പോർഷനിൽ എല്ലാ പ്രസ്ഥാനങ്ങളെ കുറിച്ചും അതിന്റെ കീഴിൽ വരുന്ന എല്ലാ പ്രൊജക്ടുകളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ പരിചയപ്പെടുത്തൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.arshaworld.org അതിനകത്തും നമ്മുടെ കോഴ്സുകളെ കുറിച്ചൊക്കെ ക്ലിയർ കട്ടായിട്ട് വിശദമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ കോഴ്സുകളെല്ലാം അങ്ങനെ നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കോഴ്സുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റൈറ്റപ്പ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നെ കോഴ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അതിൽ വിദ്യാജ്യോതി എന്നുള്ള സ്കോളർഷിപ്പിന്റെ അതിന്റെ പാഠ്യപദ്ധതികളെല്ലാം തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകൾ എന്ന് പറയാനായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 6 തൊട്ട് 7:30 വരെ ഗുരുനാഥൻ നേരിട്ട് നയിക്കുന്നുള്ള ആധ്യാത്മിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് സനാതനധർമ്മ പരിചയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാറ്റർഡേ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നടക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 7 മണി മുതൽ 8:30 വരെയുള്ള സമയത്ത് സുദർശനം കോഴ്സ് കൂടെ നടക്കുന്നുണ്ട്. അതും ഗുരുനാഥൻ തന്നെ നേരിട്ട് നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സുദർശനം കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, 6 തരം ബ്രെയിൻ വാഷിങ്ങുകളിൽ നിന്ന് എങ്ങനെ നമുക്ക് നമ്മുടെ ജനതയെ മോചിപ്പിക്കാം എന്നുള്ളത്. 6 തരം ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ആഭ്യന്തരം എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ ഹിന്ദു സമൂഹത്തിനകത്ത് പിൽക്കാലത്ത് കടന്നുകൂടിയ അന്ധവിശ്വാസം, അനാചാരം, ദുരാചാരം, അത്യാചാരങ്ങൾ, അതുപോലെ തന്നെ മാമൂൽവാദങ്ങൾ തുടങ്ങിയ നിരവധി
കാര്യങ്ങളുണ്ട് തുടച്ചു നീക്കാൻ തന്നെ. അതാണ് ആർഷവിദ്യാസമാജത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കകത്തുള്ള മാറ്റപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റു മതങ്ങളിലെ കുറ്റം മാത്രം പറയുന്ന ഒരു പ്രസ്ഥാനമല്ല. നമുക്കകത്ത് തിരുത്തപ്പെടേണ്ടതും നമുക്കകത്ത് തന്നെ തുടച്ചു മാറ്റേണ്ടതായിട്ടുള്ള ഒരുപാട് ന്യൂനതകളുണ്ട്. അതിനെക്കുറിച്ചുകൂടെ ബോധ്യവുമുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിനുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പരിഹാരവും കൂടെ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ്. അത്രയും ആഴത്തിലാണ് ഗുരുനാഥൻ സനാതന ധർമ്മ സംരക്ഷണ പ്രവർത്തനം അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ ഈ ലോകത്ത് എല്ലായിടത്തും വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യം നിർവഹിക്കാനായിട്ട് അദ്ദേഹം അതിന്റെ എല്ലാ പ്രവർത്തന പദ്ധതിയും ഒന്ന് ആഭ്യന്തര പ്രശ്നം എന്നുള്ളത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. രണ്ടാമതായിട്ട് ക്രിസ്ത്യൻ മതപരിവർത്തന ശക്തികളുടേതായിട്ടുള്ള ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം, അതുപോലെ മൂന്നാമതായിട്ട് ഇസ്ലാം മത പരിവർത്തന ശക്തികളുടെ പഠനം പ്ലസ് ടെററിസത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, അതുപോലെ എത്തിയിസ്റ്റിക് കൺസെപ്റ്റ്സുകളുടെ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുപോലെ കപട മതേതരത്വ രാഷ്ട്രീയ ചിന്താധാരകളുടേതായിട്ടുള്ള സ്വാധീനമുണ്ട്, മെക്കാളിസ്റ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ്. മെക്കാളിസ്റ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിച്ച് നമുക്ക് നമ്മുടെ ഭാരതത്തോട്, നമ്മുടെ ദേശത്തോടോ, നമ്മുടെ സംസ്കൃതിയോടോ, നമ്മുടെ പൈതൃകത്തോടോ ഒക്കെ ശത്രുത ഉണ്ടാകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ സ്വാധീനം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളരെയധികമുണ്ട്. അപ്പൊ ഈ 6 തരം ബ്രെയിൻ വാഷിങ്ങുകളിൽ നിന്നും നമ്മുടെ ജനതയെ മോചിപ്പിക്കാൻ മതിയാകുന്ന തരത്തിലുള്ള അതിശക്തമായിട്ടൊരു കോഴ്സാണ് സുദർശനം എന്ന് പറയുന്ന കോഴ്സ്. അപ്പൊ ഈ കോഴ്സിന്റെ ക്ലാസ്സുകളും ഇപ്പൊ നിലവിൽ എല്ലാ ഞായറാഴ്ചയും 7 മണി മുതൽ 8:30 വരെയുള്ള സമയത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സുകളിൽ ഭാഗവാക്കാകുക എല്ലാവരും എന്നുള്ളതാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. അതിനായിട്ട് ആർഷവിദ്യാസമാജത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അതുപോലെ തന്നെ വെബ്സൈറ്റിലൊക്കെ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. നമുക്ക് അതിലേക്ക് വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ കോളിലൂടെയോ ഒക്കെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആർക്കും ആ നമ്പറിൽ ബന്ധപ്പെടാം. അറിവ് നേടാനും ഈ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകാനും താല്പര്യമുള്ള ആർക്കും കോണ്ടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടാം. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിനേക്കാളും ഇപ്പോൾ ഒരു 35 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഒരുപാട് ഈ കേട്ടിരിക്കുന്നവർക്കും ഒരുപാട് ഗുണമുള്ള കാര്യങ്ങൾ, എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതല്ല കോഴ്സിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. അതുപോലെ ഇന്ത്യയിലൊട്ടാകെ കോഴ്സുകൾ, അതേപോലെ ഓഫീസസ് തുടങ്ങാനായിട്ടൊക്കെ സാധിക്കട്ടെ, സ്ഥാപനങ്ങൾ വരാനും ഒക്കെ സാധിക്കട്ടെ. എല്ലാവിധ വിജയങ്ങളും നേരുന്നു. അതേപോലെ ഹിന്ദു സമൂഹം ആക്ച്വലി AVSനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ. സത്യമേവ ജയത്തെ എൻറ്റയർ ടീമിന് വളരെ നന്ദി അറിയിക്കുകയാണ് ആർഷവിദ്യാസമാജത്തിന്റെ ഭാഗത്തു നിന്നും. ടീമിനോടും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ആർഷവിദ്യാസമാജത്തിന്റെ ഈ യുഗനിർമ്മാണ പദ്ധതികളിൽ അതുപോലെ തന്നെ ഈ ചരിത്ര ദൗത്യത്തിൽ ഭാഗവാക്കാകുക എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മതിയായ അത്രയും ആൾക്കാർ നമുക്ക് വേണം. കാരണം 24/7 എന്നുള്ള രീതിയിൽ ഫോക്കസ്ഡ് ആയി കമ്മിറ്റഡ് ആയി പ്രവർത്തിക്കാൻ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് മറ്റു മതസ്ഥർ നമ്മളെ വെല്ലുവിളിച്ച് പോകാൻ. ഇവിടെ ഒന്നും പഠിക്കാനോ അറിയാനോ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് മതം മാറിപ്പോകുമ്പോൾ അവിടെ എല്ലാം പഠിക്കാനും അതെല്ലാവരിലേക്ക് എത്തിക്കാനും നിൽക്കുന്നതെന്നുള്ള ആലോചിക്കണം. അപ്പൊ അവരുടെ സംവിധാനം അത്രത്തോളമാണ്, അവരെത്രത്തോളം ട്രെയിനിങ്ങും നൽകുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ ശാസ്ത്രത്തെക്കുറിച്ച് അതുപോലെ തന്നെ മറ്റു മതങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പദപരിചയം മുതൽ തന്നെ പഠിച്ച് ഇരുത്തം വന്നിട്ടുള്ള ഘട്ടം ഘട്ടമായി തന്നെ പഠിച്ച് സംവാദകരായിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണം. അതിനായിട്ട് ഈ കോഴ്സുകൾ പഠിക്കാൻ എല്ലാവരെയും ഈ കോഴ്സുകളെല്ലാം പഠിക്കാൻ ആർഷവിദ്യാസമാജം സ്വാഗതം ചെയ്യുകയാണ്. ഈ മിഷൻ പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.